സൗദി അറേബ്യയിലെ അൽഹസ പ്രവാസി കൂട്ടായ്മയുടെ വാർഷിക സമ്മേളനം കായംകുളത്ത് നടത്തി. മുൻ പ്രവാസിയും സാഹിത്യകാരനുമായ ജിജി ഹസൻ ഉദ്ഘാടനം ചെയ്തു. സൗദി അറേബ്യയിലെ അൽഹസ പ്രവാസി കൂട്ടായ്മയുടെ വാർഷിക സമ്മേളനം കായംകുളത്ത് നടന്നു. മുൻ പ്രവാസിയും സാഹിത്യകാരനുമായ ജിജി ഹസൻ ഉദ്ഘാടനം നിർവഹിച്ചു. നാടിനു പുറത്ത് നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടി, നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ കഷ്ടപ്പെടുകയും എങ്ങനെയാണെങ്കിലും നമുക്ക് ഒരു നല്ല ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ജാതി മത വർഗ വർണ്ണ ചിന്താഗതികളൊന്നുമില്ലാതെ നമ്മൾ അവിടെ ഒന്നിച്ച് ജീവിച്ച ആ കാലങ്ങളിൽ നമ്മുടെ നാടിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അപ്പോഴാണ് നമ്മുടെ ആ ഒരു കൊതി, നാടിനോടുള്ളൊരു കൊതി, ജീവിക്കാൻ നാടിനോടുള്ളൊരു കൊതി നമുക്കുണ്ടാവും. അപ്പോൾ നമ്മുടെ നാടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അങ്ങനെ ഒരു കയ്യോന്നി വരമ്പത്തെന്ന് പറഞ്ഞൊരു കുറച്ച് വരികൾ ഞാൻ എഴുതി. ചെമ്മണ്ണ് പൊതച്ചൊരു വഴിയില് ചെമ്പോത്തുകൾ പാറും തൊടിയില്, ചെമ്മണ്ണു പൊതച്ചൊരു വഴിയില് ചെമ്പോത്തുകൾ പാറും തൊടിയില്, പുഞ്ചചര ചേലു നിറച്ചൊരു കയ്യോന്നി വരമ്പത്തരികെ, അന്നാറ കണ്ണനയുട്ടാൻ ഞാലിപ്പൂങ്കുലകൾ പഴുത്തേ, അന്നാറ കണ്ണനയുട്ടാൻ ഞാലിപ്പൂങ്കുലകൾ പഴുത്തേ, ചെമ്മണ്ണു പൊതച്ചൊരു വഴിയില് ചെമ്പോത്തുകൾ പാറും തൊടിയില്, പുഞ്ചചര ചേലു നിറച്ചൊരു കയ്യോന്നി വരമ്പത്തരികെ, അണ്ണാറ കണ്ണനയുട്ടാൻ ഞാലിപ്പൂങ്കുലകൾ പഴുത്തേ, അണ്ണാറ കണ്ണനയുട്ടാൻ ഞാലിപ്പൂങ്കുലകൾ പഴുത്തേ, പയ്യാരം പാടണ കിളികള് കൈതോലകൾ കൈമണി തട്ടി, പയ്യാരം പാടണ കിളികള് കൈതോലകൾ കൈമണി തട്ടി, കാറ്റും തണുവേറ്റിയ കുളിരും കനവുകളാൽ നിറകാവടിയാടി, പയ്യാരം പാടണ കിളികള് കൈതോലകൾ കൈമണി തട്ടി. പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. സമ്മേളന കമ്മിറ്റി ചെയർമാൻ ഷാജി കായംകുളം അധ്യക്ഷത വഹിച്ചു. ഞങ്ങളിങ്ങനെ കായംകുളത്ത് വെച്ച് ഞാനും ശ്രീമാൻ പ്രമോദും ഹരിദാസും കൂടി ചേർന്ന് ചെറിയൊരു സൗഹൃദ സംഗമം നടത്തുകയും അവിടെ വെച്ചൊരു സൗഹൃദ സംഭാഷണത്തിനിടയ്ക്ക് നമ്മളൊരു സംഘടനയെപ്പറ്റി, ഇങ്ങനൊരു കൂട്ടായ്മയെപ്പറ്റി സംസാരിച്ചപ്പോൾ അവിടെ ഉടലെടുത്ത് ഇങ്ങനെ ഈ സംഘടന ഇത്രയേറെ വളർന്ന് ഇവിടെ എത്തിച്ചേർന്ന് ഈ കായംകുളത്ത് നിന്ന് തുടങ്ങി ഈ കായംകുളത്ത് ഇത്രയും പേരെ സംഘടിപ്പിച്ച് ഇത്രയും അംഗങ്ങളിവിടെയും അവരുടെ കുടുംബാംഗങ്ങളും എത്തിച്ചേർന്ന് ഇത്ര ധന്യമാക്കിയതിൽ എനിക്കും എന്നോടൊപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും തന്നെ വളരെ നന്ദി, നമസ്കാരം. പിന്നെ നമ്മുടെ ഈ സംഘടനയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ തന്നെ നമ്മുടെ സലാമായി പറയുണ്ടായി. വളരെ നമ്മുടെ ഈ സംഘടന കൊണ്ട് കേരളത്തിൻ്റെ തെക്കേറ്റം കന്യാകുമാരി തൊട്ട് മംഗലാപുരം വരെയുള്ള പലർക്കും പല കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ ഒത്ത് എന്നുള്ളൊരു വലിയ കാര്യം തന്നെയാണ്. കൺവീനർ സലാം ലെൻസ്വ്യൂ സ്വാഗതം പറഞ്ഞു. വേൾഡ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ടോം ജേക്കബ്, ആദ്യകാല പ്രവാസി സംഘടനയായ ഗൾഫ് മലയാളി റിട്ടേൺ അസോസിയേഷൻ സംസ്ഥാന ട്രഷററും പ്രവാസി വേൾഡ് പത്രത്തിന്റെ ചീഫ് എഡിറ്ററുമായ ബാബിസ് വിജയൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സൗദി അറേബ്യയിലെ ഒരു സ്ഥലത്ത് വിവിധ വർഷങ്ങളിൽ വിവിധ കമ്പനികളിൽ ജോലി ചെയ്ത് ജീവസന്ധാരണത്തിന് വേണ്ടി പ്രവർത്തിച്ച് മടങ്ങിയെത്തിയ മലയാളികളുടെ ഒരു കൂട്ടായ്മ തങ്ങളിലെ സഹോദരി സഹോദരന്മാരെ ഹെൽപ്പ് ചെയ്യുന്നതിന്, അത് മനസ്സുകൊണ്ടാവാം, സാന്നിധ്യം കൊണ്ടാവാം, സാമ്പത്തികം കൊണ്ടാവാം, അതിനുവേണ്ടി നല്ല മനുഷ്യരായ ചിലരുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയം, അത് 4 വർഷം പൂർത്തീകരിക്കുന്ന ഈ അവസരത്തിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രമോദ് കായംകുളം റിപ്പോർട്ട് അവതരിപ്പിച്ചു. നാസർ സാംസങ്, രാജശേഖരൻ പാറശാല, രാധാകൃഷ്ണൻ കോട്ടയം, ഷാജഹാൻ ചുള്ളിമാനൂർ, ഉണ്ണികൃഷ്ണപിള്ള കരുനാഗപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.